കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നത് പല മക്കളുടെയും പരിഭവവും പരാതിയുമാണ്. മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം തേടി മക്കൾ പലയിടത്തും അലയുന്നുണ്ട്. പലരും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ ആരും വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എൻ്റെ അടുക്കലെത്തുന്നുണ്ട്. ഞാൻ കേൾക്കാത്തതും ശ്രദ്ധിക്കാത്തതുമായ യാതൊരു പ്രാർത്ഥനകളുമില്ല. എൻ്റെ മക്കളുടെ പ്രാർത്ഥന എൻ്റെ അടുക്കൽ എത്തുവാനുള്ള ഹോട്ട് ലൈൻ എപ്പോഴും സജീവമാണ്. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് പരാതിപ്പെടുന്നത്. എന്നാൽ വാസ്തവം അതല്ല. പ്രാർത്ഥനകൾക്ക് ഞാൻ നൽകുന്ന മറുപടി പല വിധത്തിലാണ് മക്കളെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ മറുപടി എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗങ്ങൾ മൃദുസ്പന്ദനങ്ങളും ഉൾക്കാഴ്ചയും തിരിച്ചറിവുമായി ആത്മാവിൽ പകർന്നു തരുന്നതാണ് ഒന്നാമത്തെ എൻ്റെ മറുപടി. പ്രാർത്ഥിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് സ്വർഗീയ ജ്ഞാനം ഞാൻ പകർന്നു കൊടുക്കും. മനസ്സിൻ്റെ ജൽപ്പനങ്ങളും ചിന്തകളും നിഗമനങ്ങളും സ്വർഗീയ ജ്ഞാനമാണ്, ദൈവേഷ്ടമാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. എനിക്കായി കാത്തിരുന്ന ഏലിയാവിൻ്റെ അനുഭവം ഇതായിരുന്നു മക്കളെ. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ മറുപടിക്കായി കാത്തിരിക്കുമ്പോൾ നിന്നിലെ വികാര തിരമാലകൾ ശാന്തമാക്കുമ്പോൾ എൻ്റെ മൃദുല സ്വരം നീ കേൾക്കും. അത് നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. നിന്റെ ജീവിതത്തിലെ ആവശ്യമായ തിരുത്തി എഴുതലുകൾക്കും മനസ്സൊരുക്കത്തിനും എൻ്റെ വചനത്തിലൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അത് ശ്രദ്ധയോടെ കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അസ്വസ്ഥമായ നിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ
നിന്റെ ഹൃദയത്തിൽ സ്വർഗീയ സമാധാനം നിറയ്ക്കുന്നതാണ് മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മറുപടി. ജീവിത സംഘർഷങ്ങളിൽ മനസ്സിന്റെ അടിസ്ഥാനം സ്വർഗീയ സമാധാനത്തിൽ ഞാൻ ഉറപ്പിക്കും. അപ്പോൾ സമചിത്തതയോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നിനക്ക് സാധിക്കും. അതും പ്രാർത്ഥനയ്ക്കുള്ള എൻ്റെ മറുപടിയാണ്. നിന്റെ മുമ്പിലെ വാതിലുകൾ അടച്ചും തുറന്നും ഞാൻ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി നൽകാറുണ്ട്. നിന്റെ നിത്യതയിലേക്കുള്ള വഴിതെറ്റിക്കുന്ന വാതിലുകൾ ഞാൻ അടയ്ക്കും. നിന്റെ അന്വേഷണ യാത്രയിൽ നിനക്ക് പ്രയോജനപ്പെടുന്ന വാതിലുകൾ ഞാൻ തുറക്കും. കുഞ്ഞേ, ഇതും പ്രാർത്ഥനയുടെ മറുപടികളാണ്. ചിലപ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള മാറ്റം നിന്നിലാണ് ഉണ്ടാകേണ്ടതെങ്കിൽ വളരെ ശക്തമായ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ നിന്നെ കുശവന്റെ കയ്യിലെ കളിമണ്ണായി ഉടച്ച് വീണ്ടും പുതിയ സൃഷ്ടി നടത്തും. അപ്പോൾ നീ പറയും, പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഫലം? ദുരിതങ്ങൾ കൂടി വരികയല്ലേ എന്നൊക്കെ. കുഞ്ഞെ, ഇതും നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നടപ്പിലാക്കാൻ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് പലരെയും പറഞ്ഞു വിടാറുണ്ട്. അതും എൻ്റെ മറുപടിയാണ്. പക്ഷവാതക്കാരനെ ചുമന്ന 4 ആളുകളെപ്പോലെ നിന്റെ പ്രാർത്ഥനയിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ നന്മ നിറഞ്ഞ മനുഷ്യരെ ഞാൻ പറഞ്ഞയക്കും. അവർ വന്ന് നിനക്ക് സാന്ത്വനവും സഹായവും ചെയ്തു തരും. അതും നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള എൻ്റെ മറുപടിയാണ്. കുഞ്ഞെ, ഞാൻ നിന്റെ സ്നേഹനിധിയായ പിതാവാണ്. നിനക്കെന്നോട് എന്തും ചോദിക്കാം, എന്തും പറയാം, എന്തും ആവശ്യപ്പെടാം. ഉള്ളവും ഉള്ളതും പങ്കുവയ്ക്കാം, കരയാം. അതൊക്കെ എൻ്റെ മക്കളുടെ അവകാശമാണ്. ഒന്നും ചോദിക്കാൻ മടിക്കരുത്. ചോദിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് നിന്റെ പിതാവിൻ്റെ സന്തോഷമാണ്. മത്തായി 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ്.